ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നാളെ ഇവക്ക് ലീവ് ആവുമല്ലോ. എന്തിനാ ലീവ്? മുഹറം ആയോണ്ട് ലീവാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്നും ലീവില്ല ഗൈസ്. പുകയല്ല മണക്കുന്നു. ഇതാരാ? പശുക്കുട്ടപ്പനാ? പശുക്കല്ല എങ്ങനെ ഇട്ടു കൊടുക്കുന്നു? പിന്നെ പുക വരണ്ടേ, കൊതുക് അടിക്കൂലേ? അപ്പോൾ കുറച്ച് ആൾക്കാരെയും കൂടി പരിചയപ്പെടുത്തി തരാം. വാ, അഗ്രിമെന്റ് അടുത്തേക്കെല്ലാം പോലോ. അപ്പൊ നാളെ സ്കൂൾ ലീവായണെന്ന് ചെന്ന പരിപാടി കുറച്ച് ഹോംവർക്ക് എല്ലാം ചെയ്യാനുണ്ട്. പരീക്ഷ വെക്കൂ. എനിക്ക് യുഎസിന്റെയും മലയാളം വരുന്നില്ലേ? യുഎസിന്റെ ആന്റി പരീക്ഷ വെക്കുവാ? യുഎസിന്റെയും മലയാളത്തിന്റെയും പരീക്ഷ വെക്കും. അത് എനിക്ക് എഴുതണം. എന്നിട്ട് കുറച്ച് നമുക്ക് ഹോംവർക്ക് എല്ലാം ഉണ്ടാവില്ലേ? ഹോംവർക്ക് എല്ലാം ചെയ്യുന്ന ഒരു മുതല് ഉഡായിപ്പാണ് ഗൈസ്. ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് മാത്രം പറയുന്നതാണ് അല്ലേ? ആണേ ആണേ. തകിനെ വേണം വിളിക്കേ ഗൈസ്. സുഖായ അതിന്റെ മരുന്ന് മേടിച്ചിട്ട് വന്നിന് അപ്പത്തേക്ക് സുഖാവാ. പനിയാന്നൊക്കെ പറഞ്ഞു കൊറേ ദിവസം സ്കൂളിലൊക്കെ മുങ്ങി. കൊറേ ദിവസം ഇന്ന് ലീവേനു. ഇന്നാണ് ലീവ്. ഇങ്ങോട്ട് വാ. റീൽസിലൊരു പാട്ടുണ്ട്. ആ പാട്ട് കേട്ടിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാട്ടുണ്ട് പോലും. അപ്പൊ പാട്ട് ഇവര് പാടുന്നത് കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല സാധനം. നിങ്ങൾ കേട്ടു. ഭയങ്കര കോമഡി. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം. എങ്ങടെ മോനെ? ചന്ദ്രനിലേക്ക്. മോനെ നിലാവ് കൊള്ളാൻ. ബെല്ലിന്റെ മോനെ നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ. സ്റ്റാറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ. ഒന്നുകൂടി എടുക്കാം. ഒന്നുകൂടി ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. ഇതാ റീൽസ് റീൽസ് ആരും കാണില്ല. കഴിഞ്ഞ ഈ റീൽസിൽ ഇട്ട് ആരെയും കാണും നിങ്ങളെ? അയ്യോ എന്റെ മക്കളെ, ഈ ഡിസ്ലൈക്ക് കൊടുക്കാൻ പോകാതെ. നീ ഒരു ആകെയുള്ള ഒരാളല്ലേ വീഡിയോ കാണുന്നേ? പക്ഷെ ഒരു നാളില് നമ്മളെ വീഡിയോ എല്ലാരും കാണൂല്ലേ? കാണൂലേ? പിന്നല്ല, കാണൂലേ? പ്രതീക്ഷിക്കുന്നു. നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്റെ സ്കൂളിൽ ഇവനെങ്ങനെയുണ്ട്? ഇവനെങ്ങനെയാ പൊതുവെ? ഇവന് സ്കൂളിൽ വരുന്നോണ്ട് നിങ്ങക്ക് ഒരു ധൈര്യം ഉണ്ട്? ഇവൻ ഒപ്പരം ഇല്ലോണ്ട് ഓന് സ്വന്തം കാര്യം നോക്കാനുള്ളൂ, വേറെ ആളെ കാര്യം നോക്കാൻ. അനക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയാം. ഇവൻ ഇല്ലോണ്ട് ഇങ്ങനെ ഒരു അനിയൻ ഉണ്ട് എന്നില്ലോണ്ട് സ്കൂളിലൊരു വിലയുണ്ടാ? ഇവനൊന്നും എനിക്ക് വേണ്ട. ഞാനൊക്കെ സ്വന്തമായിട്ട് ക്ലാസ്സിൽ വന്നിട്ട് ഇവളെ മാത്സ് ടീച്ചർ എന്റെ ടീച്ചറാണ്. അപ്പൊ ഇവക്ക് പരീക്ഷക്ക് 3 മാർക്കേ കിട്ടിയിട്ടുള്ളൂ മാത്സിൽ. 3 മാർക്ക് കിട്ടിയാലേനു. എന്നിട്ട് ടീച്ചർ എനക്കെല്ലാം മനസ്സിലാക്കി തന്നു. എന്നിട്ട് ഫുള്ള് പോയി. സ്നേഹമില്ല മോനെ. ഞാൻ കൊതുക് കണ്ടില്ല. പറയാൻ വിട്ടല്ലേ? നീ എന്നെ കടിച്ചോട്ടെ നീല്ലേ? ഇവള് കക്കൂസ് പോയിട്ട് വന്നിട്ട് കക്കൂസിലെ വാതിലും അടിച്ചിട്ട് പറയുന്നതാണ് ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ്. ഇവനെങ്ങനെ സ്കൂളിൽ പൊതുവെ സൈലന്റ് ആണ്? ഗോൾഡൻ സ്റ്റാർ നടത്തിയ പെർഫോമർ ആദ്യമായിട്ട് വേണം. ശരിക്കും പാന്റ് കീറും. അല്ല അത് കീറണം. അത് മുറിച്ചു തരും, അമ്മ മുറിച്ചു തരും. ഇവര് തെറ്റിക്കുന്ന നാളെ നിങ്ങൾക്കല്ല ലീവാ അല്ലേ? കുട്ടമ്മാനെ പോലെ സാധാരണ പണിക്ക് വന്ന് പാവങ്ങൾക്ക് ലീവില്ലല്ലോ മുഹറത്തിനൊന്നും. മുസ്ലിങ്ങൾക്ക് ലീവൊന്നുമില്ല. പാവപ്പെട്ട് പണിയെടുക്കാൻ പോകുന്നവരെ അവർക്ക് എങ്ങനെ ലീവ്?
വേറെ ഇതാ മെസ്സി തോറ്റ് തീരാൻ പോകുന്ന മെസ്സി. എന്ത്? അയ്യോ മെസ്സിന്റെ ഗോളടി കണ്ടാ നീ? എല്ലാ പാസും കൊണ്ടുപോയി കൊടുത്ത് വിനോൻ അടിക്കാൻ വേണം മെസ്സി. പാസ് കാലുമ്പോൾ കൊടുത്തിട്ട് അങ്ങേ അറ്റത്ത് എത്തിച്ചിട്ട് ഗോളി പോസ്റ്റ് 5 ഗോളും അടിച്ചെങ്ങനെ എല്ലാ ഗോളും കാലുമ ബോളെല്ലാം കാലുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടല്ലേ അടിക്കുന്നവര്. അല്ലാണ്ട് ഒരു പാസ് ആരും അടിക്കാണ്ട് എല്ലാം മെസ്സിക്കായിട്ട് ബോൾ മാറ്റി വെക്കുന്നു. മെസ്സിയാണോ ഇവിടുത്തെ രാജാവ്? ഈ ലോക്കല് കളി 10-39 വയസ്സായി ഇതാകണ്ട ആളായി. 39 വയസ്സായി. പറഞ്ഞാള് എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പോലത്തെ ലോക്കൽ ആൾക്കാരല്ലേ മെസ്സി. ആര് മെസ്സി കൊണ്ട് തന്നാ? മെസ്സി ഉടായിപ്പിന്റെ പൊടി വരാന്നുണ്ട് കേട്ടോ എൻ്റെ ഒപ്പം കൂടിയിട്ട്. അതായത് വിളിച്ച ഞാനോ? അല്ല അതന്നെ ഞാൻ കണ്ടിരുന്നത് ഇങ്ങോട്ട് നോക്കിട്ട് നീ തന്നെ തന്നെയല്ലേ. ലേറ്റ് ആക്കണ്ട. നിങ്ങൾ കമന്റ് ചെയ്യൂ, എനിക്കറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നോക്കേ പാലിന് പാലിന് വരുവാ. കമന്റ് ചെയ്ത അഗ്നിവിന്റെ ഇത് മുളക്. സ്കൂളിലെ വിഷയം മതി കേക്കട്ടെ. അടുക്കള ആരുടേതാണ്? അടുക്കള ആരുടേതാണ്? മാത്രം അടുക്കള ഉള്ളു, ആണുങ്ങൾക്കും കൂടി പണിയെടുക്കണ്ടേന്നാ പറയുന്നേ. അപ്പൊ ആണുങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റിലെല്ലാം പോണ്ടേ, എന്നിട്ട് ജോലി എടുക്കണ്ടേ? പെണ്ണുങ്ങൾക്ക് ഒരു പണി തരാൻ പറയും. പെണ്ണുങ്ങൾക്ക് അടുക്കള ശരിക്കും പെണ്ണുങ്ങൾക്ക് ആക്കാലൊക്കെ ഭക്ഷണമല്ല ആക്കാൻ കൈപ്പുണ്യേ ഉള്ളൂ. ആണുങ്ങൾക്ക് അതൊന്നുമില്ല. ആണുങ്ങൾ ജോലിക്ക് പോവും, പൈസ ഉണ്ടാക്കും, ഭാര്യമാർക്ക് കൊടുക്കും, ഭാര്യമാർ വീടിയ പോവും, സാധനം മേടിക്കും, വെക്കുന്നു, കറി വെക്കുന്നു. എനിക്കറിയാം അടുക്കളുടെ കല്യാണം കഴിച്ചുകൊണ്ട് ഓന്റെ ഭാര്യന്റെ അടുക്കുന്ന എല്ലാം അറിഞ്ഞ്. അല്ലാണ്ട് ഇവിടെ പഠിക്കാണ്ട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ബാലാടിനെ കല്യാണം കഴിപ്പിക്കല്ലേ? അതേപോലെ അഗ്നിവിന് ഒരു പെണ്ണും കിട്ടൂല പഠിച്ചിട്ടില്ലെങ്കില്. എന്നാ ഇന്നെ ബാലാടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കല്ലേ? ബാലാടിന് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞേ. ബാലാട്ടല്ല മരിച്ച് മണ്ണടിയാനായി. പുതിയ ബാലാട്ടനുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ശരിക്കും കൈക്കോട്ട് പണിക്കൊന്ന് പുതിയ ബാലാട്ടനുണ്ട്. ഈ അങ്കൊന്നും വേണ്ടേ? അല്ല ഓറങ്ങാത്ത കണ്ടിട്ടാണെങ്കിലോ ഈ വീഡിയോ. എന്നാ എനിക്ക് കല്യാണം ഉറപ്പിക്കുന്നില്ല നമ്മള്. ഇത് സത്യം എന്തായാലും എന്റെ അച്ഛൻ പറഞ്ഞാ സത്യം. ഇങ്ങോട്ട് നോക്ക്, എന്റെ അച്ഛൻ എന്നാ പറയാ എന്നോട്. നോക്ക് മുഖത്തേക്ക് നോക്ക്. ഒരു ബാലാട്ടനേ ഉള്ളൂ, 1000 ബാലാട്ടനില്ലേ? എന്നോട് അങ്ങനെയാ പറഞ്ഞേ. ഞാൻ തീരെ മോള് പഠിക്കുന്നില്ല, കല്യാണം കഴിപ്പിച്ചാലേ ബാലാട്ടന് കൈക്കോട്ട് പണിക്കാരനാ. എന്നും പേടിക്കാനില്ല. രാവിലെ കൈക്കോട്ട് പണി പോവും, രാവിലെ വൈകുന്നേരം വരും, പൈസ എനിക്ക് തരൂ. കൈക്കോട്ട് പണിക്കാരൻ ഓക്കെ അല്ല എങ്കിൽ കൈക്കോട്ട് പണിക്കാരൻ ബാലാട്ടൻ അധികം വന്ന് ഇത്രയും സ്നേഹസമ്പന്നമായ പണ്ട് കാലത്ത് കിണ്ടി എടുത്തിട്ട് നല്ല മോളാ പല്ലേ. അല്ല സൈതമുത്ത പറഞ്ഞത് ഒരാഴ്ച ശിവന്ത കത്തിക്ക്, ഒരാഴ്ച ഞാനും. നീ വിളക്ക് കത്തിക്കലില്ല എന്നല്ലേ എന്റെ അമ്മ കത്തിക്കലുണ്ട്? ഇല്ല, മോള് നല്ല സ്നേഹമല്ല മോളെ. അതോളെ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ? എന്നാ ഒരാഴ്ച തിങ്കളാഴ്ച വന്നു അപ്പം കാണും. തിങ്കളാഴ്ച കഴിഞ്ഞ് അടുത്ത ഈ തിങ്കളാഴ്ച വരണ്ടേ? തിങ്കളാഴ്ച വരെ കത്തിക്കുന്നോട്ടെ. തിങ്കള് മുതൽ ഞായർ വരെ ഞാൻ കത്തിക്കും. പിന്നെയോ? പിന്നെ സങ്കടം ഒരാഴ്ച വെക്കട്ടെ. യൂട്യൂബിലൊന്നും അടിക്കണ്ടേ? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരല്ലേ? അല്ലെങ്കിലും കുട്ടമാവനോട് എന്റെ മോനെ ഇതെല്ലാരും എടുത്തിരുന്നേ. നമ്മളെന്നെ എടുക്കുന്നയാ, ഞാൻ തന്നെ എടുക്കുന്നയാ. കുട്ടമാവന്റെ യൂട്യൂബ് വീഡിയോ കണ്ടല്ലേ?
കുറച്ചിങ്ങോട്ട് ഏതാ അഭിനയം മോനെ? അല്ല കുട്ടമാമ ഒന്നും കൂടി വിടും. കുട്ടമാമ കാണിച്ചു. അയ്യോ മറ്റേ അല്ല ഇത് ഗൈസ് ഒരു വീഡിയോ ആണ് ഗൈസ്. ബലരാമേട്ടാകത്തുണ്ടാ? ആലയില് കാണും. ആലയിലില്ല, അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. എന്റെ യൂട്യൂബില് ആകെ എന്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരൊറ്റ ഒരാളാണ്. എന്നോട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വീഡിയോ കാണുന്ന ആകെ 2-3 ആൾക്കാരാണ് ഗൈസ് അല്ലേ? എല്ലാം കൊണ്ട് കിടിലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. ഓരോ സ്ക്രീനിലും ഓരോ ഷോർട്ട് ബേസിലും നമുക്ക് തന്നെ ഫീൽ ആവും ഇതൊരു മന്തി അല്ലേ? മന്ത്രി എന്റെ മോനെ ഇത് വേറെ എടുത്തിനിതാ. ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ ആണ്. അല്ലേ 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 അപ്പോ പറഞ്ഞോ ഗൈസ്. അപ്പം വീഡിയോ എങ്ങനെയോ പറഞ്ഞോ. അപ്പൊ ഇത്രയും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.